കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന അയ്യപ്പ ഭക്തരുടെ സംഗമത്തില് ഏറെ തിളങ്ങി നിന്നത് അണ്ണാമലയാണ്. അതെ. പിണറായി വിജയന്റെ കപട ഭക്തിയെ മുൾമുനയിൽ കൊണ്ടുവന്ന് നിർത്തി വെട്ടി തുറന്നു കാണിക്കുകയാണ് അണ്ണാമലൈ ചെയ്തത്. പന്തളത്താണ് യഥാർത്ഥ സംഗമം നടന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. വാസ്തവത്തിൽ പമ്പയിൽ അയ്യപ്പ സംഗമം നടന്നപ്പോൾ നമ്മളൊക്കെ വിചാരിച്ച് ഒരു 10,000 പേരെങ്കിലും പങ്കെടുക്കും എന്നാണ് കരുതിയത്. പക്ഷേ 500 ചില്ലുവാനും പേരാണ് അതിൽ പങ്കെടുത്തത്. അങ്ങ് അതിൽ പോയി പങ്കെടുത്ത ഒരാളാണ്, അങ്ങേക്ക് നേരിട്ട് അറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് ഇനി മറ്റൊരു വിവരണം അല്ലെങ്കിൽ ഒരു തെളിവ് ആവശ്യമില്ല. പക്ഷെ ഈ പന്തളത്ത് ഇന്നലെ നടന്നത്, അതും നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടു, ജനസാഗരമായിരുന്നു. പൂഴി നുള്ളിയിട്ടാൽ നിലത്ത് വീഴില്ല, അത്രയ്ക്കാണ്. അമ്മമാരുടെ പങ്കാളിത്തമാണെങ്കിലും വളരെ വലുതായിരുന്നു. ഈ പമ്പ അയ്യപ്പ സംഗമത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ ശുഷ്കമായിരുന്നു. അങ്ങേക്ക് അറിയാമല്ലോ, അങ്ങ് കണ്ടതാണല്ലോ. അതേസമയം പന്തളത്ത് ഈ നട്ടരിയാനും വെയില്, ഈ ചൂട് ഒക്കെ സഹിച്ച് അമ്മമാരാണ്, സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ, അയ്യപ്പ ഭക്തകളാണ് അവിടെ ഏറ്റവും കൂടുതൽ അണിനിരുന്നത്. സെമിനാറുകളിൽ പങ്കെടുത്തു, ചർച്ചകളിൽ പങ്കെടുത്തു. അവസാനം ഈ പരിപാടിയുടെ ഏറ്റവും അതിൻ്റെ സ്റ്റാർ വാല്യൂ ഉണ്ടാക്കിയത് ഈ നമ്മുടെ തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ അണ്ണാമലയും കർണാടകത്തിൽ നിന്നുള്ള MP തേജസ്വി സൂര്യയും, 2 ചെറുപ്പക്കാരും ആ പരിപാടിയിൽ പങ്കെടുത്തു. പിന്നീട് നമ്മുടെ മറ്റു പല രാഷ്ട്രീയ നേതാക്കളും സന്യാസിമാരും ഒക്കെ പങ്കെടുത്തു. പക്ഷെ ഈ 2 പേരും പങ്കെടുത്ത ആ അവസാനത്തെ സെഷൻ, അതുണ്ടാക്കിയ ഒരു ഓളം ചെറുതല്ല. ആ പരിപാടിക്കിടയിലാണ് അണ്ണാമലൈ പ്രസംഗത്തിനിടയ്ക്ക് പറഞ്ഞത് പിണറായി വിജയൻ കപടഭക്തനാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞ വാക്ക് നാസ്തിക ഡ്രാമാക്കാരൻ എന്നാണ്. ഇത് കപട നാസ്തിക അവിശ്വാസിയായ നാടകക്കാരൻ എന്നാണ് അതിന്റെ അർത്ഥം. ശരിക്കും മലയാളത്തിലേക്ക് നമ്മൾ തർജ്ജിമ ചെയ്യുകയാണെങ്കിൽ. അല്ല, അത് അണ്ണാമലൈ അത് വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. കാരണം കപട ഭക്തി കാണിച്ചു എന്നുള്ളത് ഉറപ്പാണ്. അതായത് പിണറായി വിജയൻ പമ്പയിലെ സംഗമത്തിൽ വന്നപ്പോൾ, സാധാരണ ഒരു വേദിയിലേക്ക് വരുമ്പോൾ ആ സദസ്സിൽ ഇരിക്കുന്നവരെ പിണറായി വിജയൻ സാധാരണ ഇങ്ങനെ കൈ ഉയർത്തി ഇങ്ങനെ അഭിവാദ്യം ചെയ്യും, ലാൽ സലാം. ഇവിടെ ഞാൻ കണ്ടത്, ഞാനത് വളരെ മാറി നിന്ന് ശ്രദ്ധിച്ചു എന്നുള്ളതാണ്, എല്ലാരെയും തൊഴുതു, ഇങ്ങനെ തൊഴുതു. എന്നുവെച്ചാൽ സാറേ, അത് ആ തുഴക്കം വ്യക്തികളോടാണോ അതോ സാക്ഷാൽ അയ്യപ്പനോടാണോ? എന്നിട്ട് പറ്റിപ്പോയി ക്ഷമിക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉപഹാരം കൊടുക്കുന്നുണ്ട് അയ്യപ്പ വിഗ്രഹം, ഭക്തിപുരസരം ഏറ്റുവാങ്ങിയത്. യാതൊരു തരത്തിലുള്ള വളരെ കാര്യങ്ങളെല്ലാം ഒരു പാളിച്ചയും വരാത്ത തരത്തിൽ. കാരണം പിണറായി അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, മികച്ച പ്രസംഗം നടത്തിയതിന് നന്ദി, ശ്രീ പിണറായി വിജയന് ഒരു അവതാരക പറഞ്ഞപ്പോൾ അമ്മാതിരി കമന്റ് ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രകടനവും ഒന്നും അവിടെ ഉണ്ടായില്ല. വളരെ ശാന്തനായി വിനീത ദാസനായിട്ട് നിന്നു എന്നുള്ള, അയ്യപ്പദാസനായിട്ട് നിന്നു എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ ഇപ്പോ ആ കപട ഭക്തി ആണ് എന്ന് പറഞ്ഞ് അതിനെ ചോദ്യം ചെയ്തിരിക്കുകയാണ് അണ്ണാമലൈ മാത്രമല്ല, തേജസ്വി സൂര്യയും വളരെ ആക്രമണോത്സുകമായിട്ട് തന്നെയാണ് അവിടെ സംസാരിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെയും, അതായത് സനാതന ധർമ്മത്തെ അമർച്ച ചെയ്യണം, ഇല്ലാതാക്കണം, വേരോടെ പിഴുതു കളയണം, അത് വൈറസാണ് എന്നൊക്കെ പറഞ്ഞ ഉദയനിധിയുടെ അച്ഛൻ സ്റ്റാലിന്റെയും കാര്യമാണ് പിന്നീട് അണ്ണാമലൈ പറഞ്ഞത്. അവിടെ ഈ പെരിയാറിന്റെ പരമ്പര, ഈ തന്തൈ പെരിയോർ എന്ന് പറയുന്ന EV രാമസ്വാമി നായ്ക്കരുടെ ആ നിരീശ്വരവാദ പരമ്പര, അവർ ഈശ്വരനെ അംഗീകരിക്കാത്തവരാണ്. അതിൽ നിന്ന് ഉയർക്കൊണ്ട ഈ ദ്രാവിഡവാദം, ആ ദ്രാവിഡവാദത്തിന്റെ, ആ ജാതി രാഷ്ട്രീയത്തിന്റെ ഏറ്റവും നിഷ്ഠൂരവും നികൃഷ്ടവുമായ കാഴ്ച നമ്മൾ തമിഴ്നാട്ടിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്, തമിഴ് രാഷ്ട്രീയത്തിൽ. അതിന്റെ ഇന്നത്തെ വക്താക്കളാണ് സ്റ്റാലിനും ഉദയനിധിയും ഒക്കെ. അങ്ങനെയുള്ള സ്റ്റാലിനെ വിളിച്ചുകൊണ്ടുവന്നാണ് ഈ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഭക്തർ, അയ്യപ്പ ഭക്തർ ഏറ്റവും കൂടുതൽ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അങ്ങനെയുള്ള തമിഴ്നാട്ടിൽ നിന്ന് നാസ്തികനായ, അവിശ്വാസിയായ, നിരീശ്വരവാദിയായ സ്റ്റാലിനെ കൊണ്ടുവന്ന് പമ്പയിലെ അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യിക്കാനിരുന്നതാണ് പിണറായി വിജയൻ.
അപ്പോൾ അതിനെതിരെയാണ് അണ്ണാമലൈ ആഞ്ഞടിച്ചത്. പക്ഷെ ആ അപകടം മനസ്സിലാക്കി പിന്നെ അതുകൊണ്ടാണ് വളരെ നിശബ്ദമായിട്ട് പിന്മാറ്റം നടത്തി. അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു വളരെ ശ്രദ്ധയോട് പോയി. പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രശാന്ത് പ്രസിഡന്റ് പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ, സ്വാഗത പ്രസംഗം അവസാനിച്ചപ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ മുഷ്ടി ചുരുട്ടി, അത് എങ്ങനെ പറ്റി എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അതാ പിണറായി വിജയനെ പ്രീതിപ്പെടുത്താനും തൃപ്തിപ്പെടുത്താനും. കാരണം പ്രശാന്ത് ഒരിക്കലും ആ ശീലത്തിൽ നിന്ന് വന്നുള്ള ആളല്ല, കോൺഗ്രസിൽ നിന്ന് വന്നതാണ്. പിന്നെ എങ്ങനെ പറ്റി പിണറായി വിജയനെ എനിക്ക് തോന്നുന്നു പിന്നീട് ചിലപ്പോൾ വിളിച്ച് പിണറായി ചിലപ്പോൾ ശാസിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. കാരണം ഇത് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമായിട്ട്, രക്ഷപ്പെടാനുള്ള തന്ത്രത്തിനിടയ്ക്ക് മുഷ്ടി ചുരുട്ടിയത് ഒരു അപശകുനമാണ് വാസ്തവത്തിൽ. സാർ, ഇതെല്ലാമാണ് അണ്ണാമലൈ കൃത്യമായിട്ട് അവിടെ ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം എണ്ണി പറഞ്ഞു എന്തൊക്കെയാണ് അവിടെ നടന്നിരിക്കുന്നത്. ഈ ശബരിമലയെ തകർക്കാൻ വേണ്ടി, അയ്യപ്പ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അവിടെ ഈ സ്ത്രീകളെ മല ചവിട്ടിച്ച് കോടതി വിധിയുടെ പിൻബലത്തിൽ ഈ ചെറുപ്പക്കാരികളായ സ്ത്രീകളെ മല ചവിട്ടിക്കുകയും അതിനുവേണ്ടി പോലീസിനെ ഉപയോഗിക്കുകയും ഭക്തർക്കെതിരെ നടത്തിയ നിഷ്ഠൂരമായ പ്രവൃത്തികൾ, ഇതൊക്കെ അണ്ണാമലൈ അവിടെ എണ്ണി പറഞ്ഞു. അണ്ണാമലയും പറഞ്ഞു, തേജസ്വി സൂര്യയും പറഞ്ഞു. ഈ രണ്ട് ചെറുപ്പക്കാരും ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. ഒരു പക്ഷേ നമുക്കറിയില്ല അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നാളെ എവിടെയൊക്കെ എത്തി നിൽക്കും എന്ന് നമുക്ക് ഇന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള രണ്ട് വൈബ്രന്റ്, രണ്ട് തീപ്പന്തങ്ങൾ എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള രണ്ട് ചെറുപ്പക്കാരാണ് അവിടുത്തെ ഈ പന്തളത്തെ സംഗമത്തിൽ തീജ്വാലയായി കത്തിപ്പടർന്നത്. മാത്രമല്ല അവരുടെ വാക്കുകൾക്ക് ജനം കാതുകൂർപ്പിച്ചു. മാധ്യമങ്ങൾ മുഴുവനും അവിടെ അവരുടെ ഒരു നിശ്വാസം പോലും കളയാതെ ഒപ്പിയെടുത്തു. അത് ജനങ്ങളെ കാണിച്ചു വലിയ രീതിയിൽ. അതായത് എനിക്കിപ്പോൾ തോന്നുന്നത് CPM-ഉം LDF-ഉം ഇടതുപക്ഷവും ഞെട്ടി വിറച്ചിരിക്കുകയാണ്. കാരണം എന്താണ്, മലബാർ മേഖലയിൽ അവർക്ക് ന്യൂനപക്ഷ വോട്ടുകൾ ഇനി കിട്ടില്ല, അത് ഏതാണ്ട് തീരുമാനമായി. കാരണം ന്യൂനപക്ഷ സംഘടനകളെല്ലാം കൂടെ ഒരുമിച്ച് മുസ്ലിം ലീഗിന്റെ കൊടിക്കീഴിൽ അണിനിരന്നിരിക്കുകയാണ്. പിന്നെയുള്ളത് മധ്യ കേരളത്തിലെ കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകളാണ്. ഈ തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും അയ്യപ്പ ഭക്തരായ ഹിന്ദുക്കളുടെ വോട്ടുകൾ ഇനി കിട്ടുമോ എന്ന വലിയ ആശങ്കയിലാണ് ഇപ്പോൾ CPM. അവർക്ക് മനസ്സിലായി അപകടം, കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയിരിക്കുന്നു. ഇതിന് 2018-ൽ 2019-ൽ ചെയ്ത പ്രവൃത്തികൾക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് ഇപ്പോൾ ഈ നിമിഷം, ഇന്നലെ പിണറായി വിജയൻ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷത്തിനും അത് മനസ്സിലായി. കഴിഞ്ഞ ദിവസം പമ്പ അയ്യപ്പ സംഗമം കഴിഞ്ഞപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എന്താണ്? അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചാണ് ഈ ഒഴിഞ്ഞ കസേരകളുടെയൊക്കെ പടം ചിത്രീകരിച്ചത്. മാധ്യമങ്ങൾ അത് കൊടുത്തതാണ്. ഇന്ന് പ്രശാന്ത് വേറൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഈ 3 വേദി ഉണ്ടായിരുന്നു. ആ 3 വേദിയിലെയും ഒന്നാമത്തെ വേദിയിൽ ഈ പ്രധാന ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞപ്പോൾ എല്ലാവരും മറ്റ് 2 വേദികളിലേക്കും കൂടെ പോയി. അപ്പൊ ഒന്നാമത്തെ വേദിയിൽ ആള് കുറഞ്ഞതാണ്. അല്ല, ഞാൻ കണ്ടതാ. ഞാൻ അവിടെ നേരിട്ട് 9 മണിക്ക് ഞാൻ അവിടെ എത്തി രാവിലെ. അവിടെ തുടങ്ങുന്നത് 10 മണി കഴിഞ്ഞു. അവിടെ ആളില്ല. ഞാൻ വിചാരിച്ചു, ഞാൻ അപ്പോൾ എന്ത് ചെയ്തു, പുറകിൽ തന്നെ ഇരുന്നു, ഒഴിഞ്ഞ ആ കസേരകളുടെ ഭാഗത്തായിട്ട് ഇരുന്നു. അപ്പൊ ഞാന് വിചാരിക്കും, ഇവിടെ എല്ലാം ഇപ്പൊ അങ്ങ് നിറയുമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചു. ഒരു ഇതുമില്ല. പക്ഷെ പിന്നീട് ഞാൻ അന്വേഷിച്ചു, മറ്റ് 2 വേദികളിലാണ് ആളൊട്ടുമില്ലായിരുന്നു എന്നുള്ളതാണ്. വളരെ ശുഷ്കമായിരുന്നു എന്നുള്ളതാണ്. വളരെ ശുഷ്കമായിരുന്നു. അതേസമയം പന്തളം വളരെ കൃത്യമായിട്ട് പിണറായി വിജയന് പഠിക്കാനുള്ള ഒരു പാഠമാണ്. അത് താക്കീതും മുന്നറിയിപ്പൊന്നുമല്ല, സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അയ്യപ്പ കോപം ഈ ഇടതുപക്ഷത്തെ ബാധിച്ചിരിക്കുന്നു, അതിനെ വിഴുങ്ങിയിരിക്കുന്നു. നിങ്ങൾക്കിനി രക്ഷയില്ല. അത് അണ്ണാമലൈ പറഞ്ഞതുപോലെ ഈ കപട നാടകം കൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. അത് പിണറായി വിജയനായാലും ശരി, സ്റ്റാലിനായാലും ശരി, ഈ ഒരു അയ്യപ്പ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ധരിക്കേണ്ട. സനാതന ധർമ്മത്തെ അവഹേളിക്കുകയും അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്തതിന് കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതായിരിക്കും. അത് വരും ദിവസങ്ങളിൽ ഈ 2 നേതാക്കൾക്കും അവരുടെ പാർട്ടികൾക്കും അത് മനസ്സിലാകും എന്നാണ് അണ്ണാമലൈ വളരെ വ്യക്തമായി അവിടെ പറഞ്ഞിരിക്കുന്നത്.